ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിയേറ്റീവ് ടെക് മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ബേസിക് ഇലക്ട്രോണിക് സെക്ഷൻ്റെ 5ാമത്തെ ക്ലാസ്സിനെ പറ്റിയാണ്. അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സ് എല്ലാവരും ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഓരോ ഇലക്ട്രോണിക് ബോർഡിലും അതിൻ്റെ കമ്പോണൻസ് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്, അതായത് റെസിസ്റ്റർ, കപ്പാസിറ്റർ ഇവയൊക്കെ എന്തിനു വേണ്ടിയാണ് നമ്മളൊരു സർക്യൂട്ടിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനെ പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയറും ചെയ്യുക. ഇനി നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. നമുക്ക് ആദ്യമായിട്ട് ഒരു റെസിസ്റ്റർ എന്തിനാണ് നമ്മളൊരു സർക്യൂട്ട് ബോർഡിൽ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. സർക്യൂട്ടിൽ നമ്മൾ റെസിസ്റ്റർ ഉപയോഗിക്കുന്നത് മെയിനായിട്ട് 3 കാര്യങ്ങൾക്കാണ്. ഒന്നാമത് നമ്മളുടെ കറണ്ട് ലിമിറ്റ് ചെയ്യാൻ, രണ്ടാമതായിട്ട് ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാക്കാൻ, മൂന്നാമതായി വോൾട്ടേജ് ഡിവൈഡ് ചെയ്യാൻ. നമുക്ക് ആദ്യമായിട്ട് എന്താണ് കറണ്ട് ലിമിറ്റിംഗ് എന്ന് നോക്കാം. കറണ്ട് ലിമിറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ റെസിസ്റ്റർ ഉപയോഗിച്ച് നമ്മളുടെയൊക്കെ ഈ വരുന്ന ഇൻപുട്ട് കറണ്ടിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നതാണ് കറണ്ട് ലിമിറ്റിംഗ് എന്ന് പറയാം. അതായത് ഇപ്പോൾ ഒരു ഹൈ കറണ്ട് നമ്മളുടെ സർക്യൂട്ടിലേക്ക് കയറാതിരിക്കാൻ നമ്മൾ അതിന് സീരിയസ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് കൊടുക്കും. ഇതിനെ കറണ്ട് ലിമിറ്റിംഗ് എന്ന് പറയും. വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു എക്യുപ്മെൻറ്റ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരും, നമ്മൾ അപ്ലൈ ചെയ്ത വോൾട്ടേജിനെക്കാട്ടും കുറവ് വോൾട്ടേജ് മതിയെങ്കിൽ നമ്മൾ അതിന് സീരിയസ് ആയിട്ടൊരു റെസിസ്റ്റർ വെക്കും. ഉദാഹരണത്തിന് നമ്മളൊരു ടെസ്റ്റർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ടെസ്റ്ററിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കൊരു റെസിസ്റ്റൻസ് കാണാൻ സാധിക്കും. ഈ റെസിസ്റ്റൻസാണ് അതിൽ വോൾട്ടേജിനെ ഡ്രോപ്പ് ചെയ്തിട്ട് അതിൻ്റെ ലൈറ്റ് കത്താൻ വേണ്ടിയുള്ള മാത്രം വോൾട്ടേജ് അതിലേക്ക് കടത്തി വിടുന്നത്. ഇതാണ് നമ്മൾ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് റെസിസ്റ്റൻസ്. ഇനി നമുക്ക് വോൾട്ടേജ് ഡിവൈഡർ എന്താണെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഒരു ആംപ്ലിഫയർ സർക്യൂട്ട് എടുത്താൽ തന്നെ ഈ 3 കാര്യങ്ങളും നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കും. ഈ ആംപ്ലിഫയർ സർക്യൂട്ടിൽ നമ്മൾ കാണുന്ന പാരലലായിട്ട് കൊടുത്തിരിക്കുന്ന ആ റെസിസ്റ്റൻസ് ആണ് വോൾട്ടേജ് ഡിവൈഡേഴ്സ്. അതായത് ഓരോ പാർട്ടിനും, അതായത് ഓരോ ലെഗിൻ്റെ ഇടയ്ക്ക് ഇത്ര വോൾട്ടേജ് വേണമെന്ന് ഓരോ ആംപ്ലിഫയറും ഡിസൈൻ ചെയ്തിട്ടുണ്ടാകും. അതിനനുസരിച്ചുള്ള വോൾട്ടേജ് നമ്മളുടെ സപ്ലൈ ചെയ്ത 12 വോൾട്ട് അല്ലെങ്കിൽ 5 വോൾട്ട് ഇതിൽ നിന്ന് കൊടുക്കാനാണ് നമ്മളവിടെ വോൾട്ടേജ് ഡിവൈഡർ ഉപയോഗിക്കുന്നത്. ഈ 12 വോൾട്ടേജിനെ ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ലെഗ്സിനും കൊടുക്കുകയാണ് അവിടെ ചെയ്യുന്നത്. കൂടാതെ നിങ്ങൾക്ക് ഈ ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ട് ഭാഗത്ത് ഒരു റെസിസ്റ്റർ കാണാം, അത് അതിലെ കറണ്ട് ലിമിറ്റിംഗ് റെസിസ്റ്ററാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ റെസിസ്റ്റർ നമ്മളുടെ സർക്യൂട്ടിൽ ഉൾപ്പെടുത്തുന്നത്. ഇതല്ലാതെ കൂടാതെ കുറേ ഉപകാരങ്ങളുണ്ട്, അതൊക്കെ പറയാനുള്ള ടൈം ഈ വീഡിയോയിലില്ല. ഇനി നമുക്കൊരു കപ്പാസിറ്റർ എന്തിനാണ് ഒരു സർക്യൂട്ടിൽ ഉൾപ്പെടുത്തുന്നത് നോക്കാം. കപ്പാസിറ്റർ മെയിൻലി ഉൾപ്പെടുത്തുന്നത് ഒരു ഫിൽട്ടർ സർക്യൂട്ടായിട്ടാണ് അധിക സർക്യൂട്ടിലും നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ഫിൽട്ടർ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു റെക്ടിഫയർ ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ റെക്ടിഫയറിൻ്റെ ഔട്ടിൽ, അതായത് ഔട്ട്പുട്ട് ഭാഗത്ത് നമ്മളൊരു കപ്പാസിറ്റർ വെക്കും. ആ കപ്പാസിറ്റർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വേരിയബിൾ വോൾട്ടേജിനെ ഒരു കോൺസ്റ്റൻറ്റ് വോൾട്ടേജാക്കി മാറ്റാൻ കപ്പാസിറ്റർ സഹായിക്കും. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ബ്രിഡ്ജ് സർക്യൂട്ടിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടിനെ കപ്പാസിറ്റർ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ കപ്പാസിറ്റർ വെച്ചിട്ടും അല്ലാതെ നമ്മളുടെ ഔട്ട്പുട്ട് വോൾട്ടേജിൽ വരുന്ന മാറ്റം എന്താണെന്ന് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇത് തന്നെയാണ് കപ്പാസിറ്ററിൻ്റെ ആദ്യത്തെ ഫംഗ്ഷനും. കൂടാതെ നമ്മൾ കപ്പാസിറ്റർ ഉപയോഗിച്ച് DC-യെ ബ്ലോക്ക് ചെയ്യുന്നൊരു മെത്തേഡും കൂടെ ഉണ്ട്. നമ്മൾ ഒരു ആംപ്ലിഫയർ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ആംപ്ലിഫയറിൻ്റെ തുടക്കത്തിൽ, അതായത് ഇൻപുട്ട് ഭാഗത്ത് നമുക്കൊരു കപ്പാസിറ്റർ സീരീസ് ആയി കൊടുത്തിരിക്കുന്നത് കാണാം. ഈ കപ്പാസിറ്റർ ചെയ്യുന്നത് നമ്മൾ DC കറണ്ടിനെ ഇൻപുട്ടായി ഉള്ളിലേക്ക് വരാതിരിക്കാൻ അവിടെ ബ്ലോക്ക് ചെയ്ത് നിർത്തുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ആംപ്ലിഫയർ സർക്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ സിഗ്നൽ എപ്പോഴും, അതായത് ഇൻപുട്ട് സിഗ്നൽ എപ്പോഴും ഒരു AC വേവ് അല്ലെങ്കിൽ അനലോഗ് വേവ് ആയിരിക്കും. DC വേവ് ആയിരിക്കാൻ സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, DC-യെ അവിടെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കപ്പാസിറ്റർ അവിടെ ഉപയോഗിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഒരു കപ്പാസിറ്റർ ഉപയോഗിച്ച ഒരു ആംപ്ലിഫയറിനെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിനു വേണ്ടിയൊക്കെയാണ് നമ്മൾ കപ്പാസിറ്റർ ഒരു സർക്യൂട്ടിൽ ഉപയോഗിക്കുന്നത്. കൂടാതെ നമുക്ക് കപ്പാസിറ്റർ ഉപയോഗിച്ച് നോച്ച് ഫിൽറ്റർ, ലോ പാസ് ഫിൽറ്റർ, ഹൈ പാസ് ഫിൽറ്റർ എന്നിങ്ങനെ ഫിൽറ്റേഴ്സും ഉണ്ടാക്കാൻ സാധിക്കും. ഈ ഫിൽറ്റേഴ്സ് നമ്മൾ പല ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലുള്ള കാര്യങ്ങൾ നമുക്ക് വരുന്ന വീഡിയോയിൽ മനസ്സിലാക്കാം. ഇനി ഒരു ഡയോഡ് എന്തിനാണ് ഒരു സർക്യൂട്ടിൽ ഉപയോഗിക്കുന്നത് നോക്കാം. ഡയോഡ് ഉപയോഗിക്കുന്നത് എപ്പോഴും ഒരു ഡയറക്ഷനിലുള്ള മാത്രം കറണ്ടിനെ കടത്തിവിടാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും നമ്മൾ ഡയോഡ്സ് ഉപയോഗിക്കുന്നത്. അതായത് ഒരു AC വോൾട്ടേജ് എടുക്കുകയാണെങ്കിൽ തന്നെ അതിന് 2 ഡയറക്ഷൻ ഉണ്ട്, പോസിറ്റീവും നെഗറ്റീവും ഡയറക്ഷൻ. അപ്പോൾ നമ്മൾ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വേവ് ഇങ്ങനെ ആയിരിക്കും, നിങ്ങൾക്ക് വീഡിയോയിൽ ഇപ്പോൾ കാണാൻ സാധിക്കും. അതുപോലെ ആയിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുക. അതായത് അത് ഓൺലി പോസിറ്റീവ് ഡയറക്ഷനിൽ മാത്രം കണ്ടക്ട് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ഡയോഡ് തല തിരിച്ച് വെച്ചാൽ അത് നെഗറ്റീവ് ഡയറക്ഷനിൽ മാത്രം കണ്ടക്ട് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ 2 ഡയറക്ഷനിലുള്ള കറണ്ടിനെയോ വോൾട്ടേജിനെയോ ഒരു ഡയറക്ഷനിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ ഡയോഡ്സ് ഉപയോഗിക്കുന്നത്.
ഇതേ പ്രിൻസിപ്പിൾ തന്നെയാണ് നമ്മൾ റെക്ടിഫയേഴ്സിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ റെക്ടിഫയേഴ്സിൻ്റെ സർക്യൂട്ട് നിങ്ങളൊന്ന് എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഒരു ട്രാൻസിസ്റ്റർ എന്തിനാണ് നമ്മളൊരു സർക്യൂട്ടിൽ ഉപയോഗിക്കുന്നത് നോക്കാം. ബേസിക്കായിട്ട് ട്രാൻസിസ്റ്ററിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ വോൾട്ടേജ് കൊടുത്താൽ മാത്രമേ നമുക്ക് ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അതായത് ഒരു ട്രാൻസിസ്റ്ററിന് എപ്പോഴും 3 ലെഗ്സ് ഉണ്ടാകും. ഒന്ന് ഈ എമിറ്റർ, ബേസ്, കളക്ടർ, അല്ലെങ്കിൽ നമുക്ക് കോമൺ ആയിട്ട് 1, 2, 3 എന്ന് വിളിക്കാം. അപ്പോൾ 1 എന്ന് പറയുന്ന ഇൻപുട്ടും 3 എന്ന് പറയുന്ന ഔട്ട്പുട്ടായിരിക്കും. അതായത് എമിറ്റർ എന്ന് പറഞ്ഞ ഇൻപുട്ടും കളക്ടർ എന്ന് പറഞ്ഞ ഔട്ട്പുട്ടും. നമ്മൾ ഈ ബേസിൽ എപ്പോഴാണോ ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ മാത്രമേ നമുക്ക് ഇൻപുട്ടിൽ കൊടുത്ത അതേ വോൾട്ടേജ് ഔട്ട്പുട്ടിൽ കിട്ടുകയുള്ളൂ. ഉദാഹരണത്തിനായിട്ട് നമുക്ക് ഒരുപാട് ട്രാൻസിസ്റ്റർ ടൈപ്പ് ഉണ്ട്. BJT, UJT, മോസ്ഫെറ്റ്, IGBT എന്നിങ്ങനെ ഒരുപാട് ടൈപ്പ് ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്. നമ്മളൊരു മോസ്ഫെറ്റ് എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ഇതുപോലുള്ള ഒരു വോൾട്ടേജ് മോസ്ഫെറ്റിൻ്റെ ഒന്നാമത്തെ കാലിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ കാലിൽ നമ്മൾ ഇങ്ങനത്തെ ട്രിഗർ പൾസും കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഇതുപോലെയായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സർക്യൂട്ട്സൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും ഒരു ട്രാൻസിസ്റ്റർ ഉപയോഗിക്കുന്നത്. ട്രാൻസിസ്റ്ററിന് ഇതല്ലാതെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ആംപ്ലിഫയറിൽ ഉപയോഗിക്കാറുണ്ട്, ഇൻവെർട്ടേഴ്സിൽ ഉപയോഗിക്കാറുണ്ട്, വെൽഡിംഗ് മെഷീൻസിൽ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻ ഉള്ള ഒരു മേഖലയാണ് ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞത്. കൂടാതെ നമ്മുടെ പ്രൊസസ്സേഴ്സിലടക്കം ട്രാൻസിസ്റ്റേഴ്സ് ലോജിക്സ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഉപയോഗമുള്ള ഒരു കമ്പോണൻ്റാണ് ട്രാൻസിസ്റ്റർ. ട്രാൻസിസ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നൊന്നും മതിയാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും ചുരുങ്ങിയ വേർഡ്സിലാണ് ഇപ്പോൾ പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് ഏകദേശം ഒരു ചെറിയ ഐഡിയ ട്രാൻസിസ്റ്ററിനെ കുറിച്ച് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു ട്രാൻസ്ഫോമർ എന്തിനാണ് നമ്മളൊരു സർക്യൂട്ടിൽ ഉപയോഗിക്കുന്നത് നോക്കാം. ട്രാൻസ്ഫോമർ പൊതുവെ ഉപയോഗിക്കുന്നത് നമ്മുടെ AC വോൾട്ടേജിനാണ്. അതായത് നമ്മൾ കൊടുക്കുന്ന AC വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ അഥവാ സ്റ്റെപ്പ് അപ്പ് ചെയ്യാനോ സ്റ്റെപ്പ് ഡൗൺ ചെയ്യാനോ ആണ് പൊതുവെ ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത്. ഈ ട്രാൻസ്ഫോമറിൽ തന്നെ പല ടൈപ്പ് ഉണ്ട്. അതിൻ്റെ ഔട്ട്പുട്ട് എടുക്കുന്ന ബേസിക് സാധാരണ ട്രാൻസ്ഫോമർ 2 in 2 ഔട്ട്, അതായത് 2 ലെഗ് ഇൻപുട്ട് കൊടുക്കാനും 2 ലെഗ് ഔട്ട്പുട്ട് കൊടുക്കാനും ഉണ്ടാവും. അതുപോലെ തന്നെ സെൻട്രൽ ടാപ്ഡ് ട്രാൻസ്ഫോമർ ഉണ്ട്, അതുപോലെ മൾട്ടി ടാപ്ഡ് ട്രാൻസ്ഫോമർ ഉണ്ട്, ഓട്ടോ ട്രാൻസ്ഫോമർ ഉണ്ട്. ഇതൊക്കെ കൂടുതലായിട്ട് അറിയണമെങ്കിൽ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇതിനെപ്പറ്റി അറിയാൻ സാധിക്കും. ഇങ്ങനെ ഒരുപാട് വെറൈറ്റി ഓഫ് ട്രാൻസ്ഫോമർ ഉണ്ട്. അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ എല്ലാത്തിൻ്റെയും ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളുടെ വോൾട്ടേജിനെ ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്കൊരു സർക്യൂട്ടിൽ നിന്ന് റിലേ ഉപയോഗിക്കുന്നത് നോക്കാം. റിലേ പൊതുവെ ഉപയോഗിക്കുന്നത് നമ്മുടെ ഒരു ലോ വോൾട്ടേജ് സൈഡും ഹൈ വോൾട്ടേജ് സൈഡും തമ്മിൽ ബന്ധിപ്പിക്കാനാണ് ഒരു റിലേ ഉപയോഗിക്കുന്നത്. അതായത് ഒരു ലോ വോൾട്ടേജ് സൈഡ് ഉപയോഗിച്ച് നമുക്കൊരു ഹൈ വോൾട്ടേജ് സൈഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും റിലേസ് ഉപയോഗിക്കുന്നത്. അതായത് റിലേയുടെ കൺട്രോളിങ് ഭാഗം ഒരു ലോ വോൾട്ടേജ്, ഉദാഹരണത്തിന് 5 വോൾട്ടൊക്കെ ആയിരിക്കും. ഹൈ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 240 വോൾട്ട് 300 വോൾട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ ഇത് രണ്ട് കണക്ട് ചെയ്യാനുള്ള ഒരു കമ്പോണൻ്റാണ് ഈ റിലേ എന്ന് പറയുന്നത്. റിലേക്ക് ഒരുപാട് ഉപയോഗമുണ്ട്. അതായത് ഹൈ കറണ്ടിനൊക്കെ സെൻസ് ചെയ്തിട്ട് നമ്മളുടെ CBയിലേക്കും എല്ലാത്തിലേക്കും നൽകുന്നത് ഈ റിലേസ് ആണ്. അങ്ങനെ റിലേസ് നമുക്കൊരു സേഫ്റ്റി എക്യുപ്മെൻറ്റ്സ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തരാനാണ് ഇന്നത്തെ വീഡിയോ ചെയ്തത്. കാരണം ഈ കമ്പോണൻസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നതിൻ്റെ കാരണം ഈ കമ്പോണൻസ് ഉപയോഗിച്ച് നമ്മൾ അടുത്ത ദിവസങ്ങളിൽ കുറേ സർക്യൂട്ട്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരാതിരിക്കാനാണ് ഈ കമ്പോണൻസിനെ കുറിച്ച് പറഞ്ഞു തന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. കൂടാതെ നിങ്ങളൊരു ലൈക്ക് തരിക. കൂടാതെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നത് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒരുപാട് അറിവ് വരുന്ന ഒരു ചാനൽ തന്നെയായിരിക്കും ഇതെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നിർത്തുന്നു. ഇതിലും കിടിലൻ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിയേറ്റീവ് ടെക് മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ബേസിക് ഇലക്ട്രോണിക്സ് സെക്ഷൻ്റെ 5ാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സ് ഒക്കെ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഓരോ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റിനും AC വോൾട്ടേജിനാണ്. അതായത് AC വോൾട്ടേജ് ഈ ട്രാൻസ്ഫോമറിൽ തന്നെ പല ടൈപ്പ് ഉണ്ട്. അതിൻ്റെ ഔട്ട്പുട്ട് എടുക്കുന്ന ബേസിക് സാധാരണയായിട്ട് 2 in ഇനി വരുന്നൊരു ടൈപ്പാണ് റിലേസ്.
ഇനി നമുക്കൊരു